അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഡിലക്സ് റൂമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കിട്ടിയത് വലിയൊരു കഥയാണ്. ഞങ്ങൾ ആക്ച്വലി ഒരുപാട് റൂംസ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പൊ പക്ഷെ ഇതിപ്പോ സത്യത്തില് നമ്മൾ ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയായിരുന്നു. കാരണം 6 above അങ്ങാടുള്ള റേഞ്ചൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതും എല്ലായിടത്തും ഉള്ളത് ഈ പറഞ്ഞ പോലെ ഡിലക്സ് റൂം തന്നെയാണ് ഉള്ളത്. ഇപ്പൊ കപ്പിൾ റൂം ആയിട്ടോ അങ്ങനത്തെ ഒരു റൂമോ കാര്യങ്ങളോ ഒന്നും എങ്ങും അവൈലബിൾ അല്ല, എല്ലാം ഫിൽഡ് ആയിരുന്നു. അപ്പൊ ഇവൻ പറയായിരുന്നു തൃശ്ശൂർ പൂരം ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു തിരക്കായിരിക്കും എന്ന് പറയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു റൂമിൽ എത്തിയപ്പോഴോ, ഈ ഒരു ഹോട്ടൽ മെർലിൻ ഇവിടെ എത്തിയപ്പോഴാണ് ഇവര് പറയുന്നത് ഒരുപാട് വെഡിങ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ തിരക്കുകളാണ് ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഫില്ലാവുന്നതെന്ന് ഇവര് പറയുന്നത്. ആദ്യം ഇവരെ കോൺടാക്ട് ചെയ്തു. നമ്മൾ ആക്ച്വലി ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എല്ലാവരും കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്, നിയറസ്റ്റ് റൂംസും കാര്യങ്ങളും. അപ്പൊ ഇവരെയും നമ്മൾ കോൺടാക്ട് ചെയ്തു. അപ്പൊ അവര് 15 മിനിറ്റ്സിനുള്ളിൽ കോൾ ബാക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ കോൾ ബാക്ക് ചെയ്തു. കോൾ ബാക്ക് ചെയ്ത ശേഷമാണ് പറഞ്ഞു ഒരു ഫാമിലി ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ആയിട്ടുണ്ട്, സോ പെട്ടെന്ന് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂം ഫ്രീ ആയിരിക്കും, നിങ്ങൾക്ക് വരാം എന്നുള്ളത് പറഞ്ഞു. അതെ 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 അതെ. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഈ ഒരു റൂം സെറ്റ് ആവുന്നത്. അത്യാവശ്യം കൊള്ളാം, നല്ല റൂമൊക്കെ തന്നെയാണ്. റൂമിന്റെ കാര്യത്തിൽ പറയാൻ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതെ അതെ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. വിത്ത് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതെ, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കൊള്ളായിരുന്നു, സെറ്റ് ആണ് അല്ലേ? നല്ല രീതിയിൽ തന്നെയായിരുന്നു. അതെ അതെ. ചെക്ക്ഔട്ട് ടൈം ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ചെക്ക്ഔട്ട് ടൈം. സർവീസിന്റെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു അല്ലേ? അതെ അതെ അതെ, കൊണ്ട് സെറ്റ് ആയിരുന്നു റൂം. നമ്മ എത്തിയത് ലേറ്റ് ആയി പോയി, പെട്ടെന്ന് രാവിലെ തന്നെ വേഗം തന്നെ ഇറങ്ങുകയും ചെയ്തു എന്നുകൊണ്ട് ഇത്രങ്ങാട് എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്നുള്ളൂ. ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ എത്തിയപ്പോഴും അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ട്, കുറഞ്ഞു തുടങ്ങി മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ എത്തിയത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നമ്മൾ റൂം കയറിയത് തന്നെ ഏതാണ്ട് 11:30 11:45 ആയി തോന്നുന്നു അല്ലേ? രാത്രി 12, ഏതാണ്ട് ഓൾമോസ്റ്റ് 12 ആയി. നമ്മൾ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ. അപ്പോ രാത്രി അവിടെ ഫുഡില്ല. അപ്പോ നമ്മള് സ്വിഗ്ഗി സൊമാറ്റോ ത്രൂ ഓർഡർ ചെയ്യുക ചെയ്തത്. അപ്പോൾ അവിടുത്തെ റിസപ്ഷനിലെ ആ ഒരു ആളെന്ന് പറയുണ്ടായി, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പറയുണ്ടായി, നോർമലി അവിടെ പുറത്തുനിന്നുള്ള ഫുഡ്സ് കാര്യങ്ങൾ അലൗഡ് അല്ല, പക്ഷെ പുള്ളി സെറ്റ് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമുക്ക് റൂമിൽ എന്തായാലും ഫുഡ് എത്തിച്ചു തന്നു കേട്ടോ. അത് ഒരു നല്ലൊരു കാര്യമായിരുന്നു. ആ ഒരു നൈറ്റ് നമുക്ക് ടയേർഡാണ്, പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമുക്ക് പോണം. അതെ അതെ അതെ, സെറ്റ് ആയിരുന്നു. ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണൽ തന്നെ ഓപ്റ്റ് ചെയ്യാം. അതെ, നല്ല ഒരു ഹോട്ടലാണ്, സെറ്റ് ആണ്. അതെ അതെ അതെ, റേറ്റിനും സെറ്റ് ആണ്. ആ ഒരു ഹോട്ടൽ റേറ്റിനും സെറ്റ് ആണ്. നമ്മൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഇവിടെയൊക്കെ വരുന്നവര് ഇപ്പൊ ഞങ്ങളെ പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഒരു പ്ലാനിങ്ങോട് കൂടിയൊക്കെ വന്ന് പ്രീ ബുക്ക് ഒക്കെ ചെയ്തിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒരുപാട് പാക്കേജസ് ഉണ്ട്, ട്രിപ്പ്, അവിടുത്തെ ടൂർ പാക്കേജ് പോലെ ജസ്റ്റ് സൈറ്റ് സീയിങ് കാര്യങ്ങൾക്കൊക്കെ അവിടെ ഒരു പാക്കേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ റിസപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ റിസപ്ഷനിൽ പറഞ്ഞാൽ അവർ അത് തന്നെ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തോളും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് അതിനൊന്നുള്ള സമയമില്ല. അതെ അതെ അതെ.